അങ്ങനെ ഈ സാധ്യത പറഞ്ഞ ശമ്പളം പോകും. ചെന്നൈ എയർപോർട്ട് സംഭവം തന്നെ ഞാൻ കണ്ടെത്തുന്ന പഠിക്കുന്ന ഒരു ചായ കുടി റൂം കൂടെ പോയി കുളിച്ചു മാറ്റേണ്ട നാട്ടുകൾ ട്രെയിൻ ഒന്നേക്കാലും ഹംസപ്പെട്ട് റൂമിൽ നിന്ന് വെക്കറ്റ് ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമേനു. പിന്നെ ചെന്നൈയിൽ ഒടുക്കത് ചൂടേനു. ഒന്നും നോക്കില്ല, ചൂട് കൊണ്ട് പുള്ളിയായി നടന്നു. പിന്നെ അതിനാണ് സാധനം പൊന്തി ഫ്ലൈറ്റ് ആണ് കേട്ടോ. അങ്ങനെ അതിനാണ് ആകാശങ്ങൾ ചേക്കേറി. അങ്ങനെ അരമണിക്കൂർ നടത്തിയതിനു ശേഷം മെട്രോ എത്തി. ഫസ്റ്റ് കിട്ടുന്ന വണ്ടിക്കാണ് കയറി. ഇവിടെ മെട്രോ അടികൂടി മേൽക്കൂടി ഒക്കെ പോകുന്നുണ്ട്. മെറീന ബീച്ചിൽ പോകാൻ സമയമില്ലാതെ നമ്മൾ പോയില്ല. അങ്ങനെ MGR സെൻട്രലിൽ എത്തി. 70 ട്രെയിൻ വരെ 5 2 മണിക്കൂറുണ്ട്. അങ്ങനെ കുറെ നേരം വെയിറ്റിംഗ് റൂമിലേക്ക് കുത്തർന്നു. എന്താ പറയുക, ആൾക്കാരൊക്കെ നോക്കി ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ കുറെ ആൾക്കാരോട് നിൽക്കണം കടക്കണൊക്കെ. ഇവിടുന്നാണ് റെയിൽ പാളം തുടങ്ങണേ. അപ്പൊ ഇങ്ങനെ കാണാൻ നല്ല രസമാണല്ലേ. ഞാൻ അതായിട്ട് അങ്ങനെ നിർത്തിയിട്ട് കാണുന്നു. പിന്നെ ട്രെയിനിൽ ഞാൻ ട്രെയിൻ കയറി. പിന്നെ നല്ല മനുഷ്യരെ കണ്ട് പരിചയപ്പെട്ടു. പിന്നെ കുറച്ച് ട്രെയിൻ യാത്ര എൻജോയ് ചെയ്തു. അങ്ങനെ അതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീലങ്കയിൽ നമ്മളിപ്പോ നാട്ടിലെത്തിയില്ല. അങ്ങനെ ഓരോ കമ്പനിക്കാരും കിട്ടി. അങ്ങനെ 10 മണിക്കൂർ യാത്ര ചെയ്ത് തിരുവെത്തി. തിരുവിന്റെ ബോർഡുണ്ടപ്പോൾ തന്നെ സമാധാനമായി. പിന്നെ വേഗം പുറത്ത് ഓടി. പുറത്ത് അന്തം വിട്ടുമ്പോ ഇതാണ് എന്റെ മായാവി. മായാവിനെ എടുക്കാൻ വന്ന് ഓനൊരു ജ്യൂസ് വാങ്ങി തന്നു. മായാവി ഒരു നല്ല മനുഷ്യൻ തന്നെ. ഇത് പറഞ്ഞാൽ ഞാൻ പിന്നെ ജയിലാവോ. അങ്ങനെ മായാവിനെ തല്ലും കേട്ട് നമ്മളാണ് പോയി. ഇന്നത്തേക്കുള്ള അപ്പൊ ഓക്കെ.